സർക്കാരിലേക്ക് വന്ന സാമ്പത്തിക കാര്യങ്ങൾ വലിയ തുക CPM നേതാക്കന്മാർക്കും അവരുടെ നിയന്ത്രണത്തിലുള്ള ആളുകൾക്കുമായിട്ട് വകമാറ്റി ചെലവഴിച്ചു എന്നാണ് ഇന്ന് വാർത്തകൾ മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ ഗൗരവമേറിയ കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം. ഗവൺമെന്റ് തന്നെ അന്വേഷണത്തിന് തയ്യാറാകണം. കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യം. വിദേശത്തുള്ള യാത്രകളിൽ ഉൾപ്പെടെ ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലൊക്കെയാണ് CPM സംസ്ഥാന സെക്രട്ടറി താമസിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാമ്പത്തിക ബന്ധങ്ങളൊക്കെ ഇവർക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. സംശയത്തിന്റെ നിഴലിലാണ്. അതിപ്പം കൂടുതലായിട്ട് തെളിവുകൾ വരാതെ ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം വളരെയേറെ ഗൗരവമുള്ളതാണ്. സംശയത്തിന്റെ നിഴൽ. ഈ ബിജു കൃഷ്ണ സർക്കാർ പദ്ധതികൾ പോലും ഇടപെട്ടു എന്ന പരാതിയും ഉണ്ട്. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ്. ഇത് പുതിയ കാര്യമല്ല. ഇടപെടാറുണ്ട്, സ്വാധീനിക്കാറുണ്ട്. വലിയ പണക്കാരുമായിട്ട് വലിയ ബന്ധം അവർക്കെല്ലാം ഉണ്ട്. നമുക്കറിയാം. അതുകൊണ്ട് പദ്ധതിക്ക് രംഗത്ത് വരുന്നു. സെക്രട്ടറിയോട് പറഞ്ഞിട്ടും ഇതിനകത്തൊന്നും നടപടി ഉണ്ടായില്ല, അവഗണിച്ചു എന്നൊക്കെയാണ് ആരോപണം. പരാതിക്കാരൻ കൂടുതൽ വ്യക്തതയോടുകൂടി വരട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.